നമസ്കാരം. യുഎ എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിപ്പണി, മത്സ്യബന്ധനം, ആടിനെ മേയ്ക്കൽ തുടങ്ങിയ ജോലികൾക്കായി വിദേശത്തേക്ക് പോകുന്നത് ഇന്ത്യ ഗവൺമെന്റ് വിലക്കിയിട്ടുള്ളതാണ്. എന്നാൽ പാവപ്പെട്ട മനുഷ്യരെ ഹൗസ് ഡ്രൈവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി വാഗ്ദാനം ചെയ്ത് കടത്തിക്കൊണ്ടു പോവുകയും ഇത്തരം നിരോധിക്കപ്പെട്ട ജോലികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരെ ഏജന്റ് എന്ന് തന്നെയാണോ വിളിക്കേണ്ടതെന്ന് പ്രവാസലോകം സംശയിക്കുന്നു. കടുത്ത ശിക്ഷ ലഭിച്ചേക്കാവുന്ന ട്രാഫിക്കിംഗ് അഥവാ മനുഷ്യക്കടത്ത് എന്ന കുറ്റമാണ് ഇവർ ചെയ്യുന്നതെന്നും നിയമത്തിനു മുന്നിൽ ഇവർ എപ്പോഴും കുറ്റവാളികളായിരിക്കുമെന്നും പ്രവാസലോകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഓർമ്മപ്പെടുത്തലോടെ പ്രവാസലോകത്തിന്റെ ഇന്നത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യുഎ എക്സ്ചേഞ്ച് പ്രവാസലോകത്തിലേക്ക് സ്വാഗതം. തൊഴിലുടമയുടെ നിസ്സഹകരണം മൂലം മാസങ്ങളായി ശമ്പളം കിട്ടാതെയും നാട്ടിൽ പോകാൻ കഴിയാതെയും ഇരുന്ന മലയാളികളായ 5 പേർക്ക് ഇന്ത്യൻ എംബസിയുടെയും ഖസീം പ്രവാസി സംഘത്തിന്റെയും ഇടപെടലിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാനുള്ള വഴി തുറന്നു. ഇന്ത്യൻ എംബസി വെൽഫെയർ വിംഗ് സെക്രട്ടറി ശ്രീ മനോജ് ഖസീം പ്രവിശ്യ സന്ദർശന വേളയിൽ തൊഴിൽ മന്ത്രാലയ മേധാവി തുർക്കി ഇബ്നു അബ്ദുൽ റഹ്മാന്റെ സഹായത്തോടെ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ടാണ് സുരേഷ് കുമാർ ഷംസുദ്ദീൻ, കോഴിക്കോട് ഉസൈൻ, ഷിബു മാത്യു, വരുൺ, കുട്ടി എന്നിവരെ നാട്ടിലയക്കാൻ തീരുമാനിച്ചത്. 1.5 വർഷം മുൻപ് ഇവിടുത്തെ ഒരു സ്വകാര്യ ബേക്കറിയിൽ മികച്ച ശമ്പളം വാഗ്ദാനം ചെയ്ത് പരസ്യം കണ്ടതിനെ തുടർന്ന് സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പ് മാറി ജോലിക്കെത്തിയവരാണ് ഇവരെല്ലാവരും. മലയാളികൾക്ക് കൂടി പാർട്ട്ണർഷിപ്പുള്ള ഈ ബേക്കറിയിൽ ആദ്യ കുറേ മാസങ്ങൾ കുഴപ്പമില്ലാതെ പണി ചെയ്തു പോന്നിരുന്നെങ്കിലും പിന്നീട് ശമ്പള കുടിശ്ശിക വർദ്ധിക്കുകയായിരുന്നു. ഇക്കാമയുടെയും പാസ്പോർട്ടിന്റെയും മറ്റും കാലാവധി കൂടി കഴിഞ്ഞതോടെ തൊഴിലാളികൾ തീർത്തും പ്രശ്നത്തിലായി. തുടർന്ന് ഖസീം പ്രവാസി സംഘത്തിന്റെ സഹായം തേടിയ ഇവരുടെ വിഷയം സെക്രട്ടറി അഡ്വക്കേറ്റ് MA സലാം, ജീവകാരുണ്യ വിഭാഗം കൺവീനർ മുജീബ് കുറ്റിച്ചിറ എന്നിവർ എംബസി അധികൃതരെ അറിയിച്ചതിനെ തുടർന്നാണ് സ്പോൺസറിനെ വിളിച്ചു വരുത്തി തൊഴിലാളികളെ നാട്ടിലയക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. ഖസീം പ്രവാസി സംഘത്തിന്റെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് MA സലാം, മുജീബ് കുറ്റിച്ചിറ എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. ഡിസംബർ 18, 1990 യുണൈറ്റഡ് നേഷൻസ് പാസാക്കിയ മൈഗ്രന്റ് വർക്കേഴ്സ് കൺവെൻഷൻ ഇന്നേ വരെ 46 രാജ്യങ്ങളെ അംഗീകരിച്ചിട്ടുള്ളൂ. പ്രവാസികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമാക്കി യുണൈറ്റഡ് നേഷൻസ് പാസാക്കിയ ഈ അന്താരാഷ്ട്ര കരാർ ഒപ്പുവയ്ക്കാൻ മടിക്കുന്നതിലൂടെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഇതര രാജ്യങ്ങൾ ചെയ്യുന്നത്. മൈഗ്രന്റ് വർക്കേഴ്സ് കൺവെൻഷന്റെ 25ാം വാർഷിക ദിനത്തിൽ ഇനിയും ഇത് അംഗീകരിക്കാത്ത രാജ്യങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിൽ പ്രവാസലോകം സംവിധായകൻ റഫീഖ് റാവുത്തർ പങ്കെടുത്തു. മൈഗ്രന്റ് ഫോറം ഏഷ്യയുടെ കോർഡിനേറ്റർ വില്യം ഗോയസ് പ്രവാസി സംഘടനകൾ തങ്ങളുടെ രാജ്യങ്ങൾ ഈ കൺവെൻഷൻ അംഗീകരിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ട ആവശ്യകത ഊന്നി പറഞ്ഞു. 2013 ജനുവരിയിൽ ജയരാജനെ വിവാഹം ചെയ്ത വിജയലക്ഷ്മിയുടെ കഥയാണിനി. വിവാഹശേഷം 22 ദിവസം മാത്രം കൂടെയുണ്ടായിരുന്ന ജയരാജനുമായുള്ള കുടുംബ പ്രശ്നം ഇന്ന് കോടതിക്ക് മുൻപിലാണ്. അബുദാബിയിൽ എമിറേറ്റ്സ് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്ന ജയരാജൻ വിചാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നമേ ജയരാജനും വിജയലക്ഷ്മിക്കും ഇടയിലുള്ളൂ. ജയരാജന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് വിജയലക്ഷ്മി. നമുക്ക് വിജയലക്ഷ്മിയുടെ ഭാഗം കേൾക്കാം. ഡിസംബർ 31 അദ്ദേഹം വരുമെന്ന് അറിഞ്ഞായിരുന്നു. അല്ല സാറേ, കല്യാണം കഴിച്ച് പോയി 22 ദിവസം പോയി കഴിഞ്ഞതിന് ശേഷം 22 ദിവസം നിന്നതിനകത്ത് മോളുമായിട്ട് അങ്ങനെ യാതൊരു കണക്ഷനും അവൻ കൊടുത്തിട്ടില്ല. അവൻ കൂട്ടുകാരെ കാണാനെന്നും പറഞ്ഞ് അങ്ങ് പോയി. രാത്രിയാകുമ്പം വരും. അങ്ങനെ പെട്ടെന്ന് 22 ദിവസം കഴിഞ്ഞ് അങ്ങ് കയറിപ്പോയി ഒരു 3 മാസം വരെ വിളിയും പറച്ചിലും പൈസ അയച്ച്. പിന്നെ മോള് വിളിക്കുമ്പം ചീത്ത പറച്ചിലും ബഹളവും. എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ലക്ഷം രൂപ ശമ്പളമുണ്ട്, അതുകൊണ്ട് നിൻ്റെ അച്ഛൻ തന്ന സ്ത്രീധനം കുറവാണ്, അതുകൊണ്ട് സ്ത്രീധനം ഇനി തോനെ തന്നെങ്കിലേ നിന്നെ വിളിക്കത്തോളം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം 10 ലക്ഷം രൂപയും 50 പവൻ്റെ സ്വർണവും കൊടുത്തു. പിന്നെ വഴക്കിട്ട് ഇനി 4 ലക്ഷം കൊടുത്ത് ഇട്ടെങ്കിലേ വിളിക്കത്തോളം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 ലക്ഷം പലിശക്കെടുത്ത് ഞാൻ ബാങ്കിൽ ഇട്ട് കൊടുത്തു 2 പേരും പേരിലുമായിട്ട്. പിന്നെ വിളിയില്ല, പറച്ചിലും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഇരുന്ന് അവനാണെങ്കിൽ 6 മാസം കുടുംബം വരാം. നല്ല കമ്പനിയിലെ ജോലിയാണ്, നല്ല ജോലിയാണ്.
അതിന് വന്നില്ല. എന്നിട്ട് ഒരു വർഷം ആവാറായപ്പം ആ ഡിസംബറിൽ മോളെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കിപ്പോഴും ലീവില്ല, ഇനി അടുത്ത മാർച്ചിലേ വരുന്നോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരാളെ നമ്പർ കിട്ടി, അയാളെ വിളിച്ചപ്പം പറഞ്ഞ് അവൻ കയറുന്നുണ്ട്, ജനുവരി ഡിസംബർ 31 കയറുന്നു. ഈ 2013 ഡിസംബറിൽ ഒരു വർഷം കഴിഞ്ഞു 2014 വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ജനുവരിയിൽ ഇവിടെ ആളെത്തേണ്ടതാണ് അല്ലേ? വന്നിട്ടുണ്ട്. വന്ന് അങ്ങനെ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കാറും കൊണ്ടുപോയി. കാറും കൊണ്ട് ചെന്ന് ഞങ്ങളുടെ കാറ് കിടക്കെ അവൻ എന്നെ വേറെ കൂട്ടുകാരനെ കൊണ്ട് വിളിച്ചവൻ പറഞ്ഞ് അത് എൻ്റെ ഭാര്യ വണ്ടിയും കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പം വേറൊരു സ്ത്രീയും 2 പിള്ളേരും എല്ലാവരും കൂടെ വേറൊരു വണ്ടി കൊണ്ടുവന്ന് അങ്ങനെ അതിനകത്ത് കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ പുറക്കെ പോയി പിടിച്ചപ്പോൾ പോലീസ് പാരിപ്പള്ളി വെച്ച് പിടിച്ചപ്പം അവളെ 45 വയസ്സുള്ള ഒരുത്തി 2 മക്കളുമുണ്ട് അവിടെ കൂടായപ്പം. അങ്ങനെ അവരുടെ വീട്ടിൻ്റെ മുമ്പിലായിരുന്നു. അന്നേരം ഈ കല്യാണം നടത്തിയപ്പോഴേ തള്ളയ്ക്ക് അറിയാമായിരുന്നു അവളുമായിട്ട് സ്നേഹമാണെന്നൊക്കെ. ഞങ്ങളോട് മറച്ചു വെച്ചും കൊണ്ട് കല്യാണം നടത്തി. അപ്പോൾ അവൾക്ക് 20 ലക്ഷത്തിന് വീട് മേടിച്ച് കൊടുത്ത് അവിടെ താമസിച്ചിട്ട് പോകാനായിട്ട് വന്നതാണ്. നമ്മൾ തിരക്കി പിടിച്ച് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് അങ്ങനെ അവിടുന്ന് പിന്നെ കേസായി. അവിടെ ഒത്തുതീർപ്പായി. പിന്നെ ഇവളെ വേണ്ട, അവൾക്ക് 20 ലക്ഷം രൂപയും കൊടുത്ത് അന്ന മുതലൊന്നും കൊടുത്ത് ഒഴിഞ്ഞു കൊടുക്കാമെന്നും പറഞ്ഞു. 6-ാം തീയതി വരാമെന്നും പറഞ്ഞു പോയി. അന്നേരം 6-ാം തീയതി അവിടുത്തെ ഒരു മെമ്പർ വിളിച്ച് പറഞ്ഞു 6-ാം തീയതി അവർ വരാക്കത്തില്ല, 8-ാം തീയതി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 8-ാം തീയതി ഞങ്ങൾ നോക്കിയപ്പം ചോദിച്ചപ്പം ഇവൻ്റെ പേര് ഇവൻ മേടിച്ച സ്ഥലമായിരുന്നു. 12 സെൻറ്റ് സ്ഥലവും വീട് ഇവൻ്റെ പേരിലായിരുന്നു. അത് തള്ളയ്ക്ക് എഴുതി കൊടുത്തുകൊണ്ട് അവർ കയറ്റി വിട്ടു. അനിയനൊരു പോലീസുകാരനാണ്, ചേർന്ന് വസ്തു എഴുതി വെച്ചുകൊണ്ട് അവനെ കയറ്റി വിട്ടു. ഒരു കാര്യം മനസ്സിലായില്ലേ? അവിവാഹം ശരിയായ വിവാഹം അല്ല. അല്ല, നിങ്ങൾക്ക് സെൽഫായിട്ട് എസ്പാർട്ടി വിധി വരും. അല്ല ഹാജരാവുന്നില്ല. അല്ല സാറേ, അവനെ വരുത്തിച്ച് എസ്പാർട്ടി വിധിയൊക്കെ തർക്കിക്കുന്നുണ്ട്. അവനെ വരുത്തി അവർക്കൊന്നും തരാതെ അല്ല, നിങ്ങളിപ്പോ ആവശ്യപ്പെടുന്നത് എന്താ? അവനെ വരുത്തിച്ച് നമുക്ക് നഷ്ടപരിഹാരവും നമ്മുടെ മുതലും തന്ന് ബന്ധം ഒഴിഞ്ഞു കിട്ടണം. കോടതി കൊടുത്ത താമസം അല്ല, അത് നമ്മൾ പറയാം. പക്ഷെ നിങ്ങൾ ആവശ്യം എത്ര പൈസ കിട്ടാണ്ടാളെന്ന്? അല്ല, അയാൾ 20 ലക്ഷം രൂപ, നമുക്ക് 14 ലക്ഷം രൂപ ഞാൻ രൂപയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാങ്കിലിട്ട് പാസ് കൊടുത്ത് 2 പേരുടെ പേരിൽ ഇട്ടാ കൊടുത്തേക്കുന്നത്. അപ്പൊ എടുത്തിട്ടില്ലല്ലോ ആ പൈസ. 6 ലക്ഷം എടുത്തിട്ടുണ്ട്, 8 ലക്ഷം ബാങ്ക് കിടപ്പുണ്ട്. സ്വർണം പകുതി തള്ള പണയം വെച്ചിരിക്കുക. നിങ്ങൾ എഴുതി കൊടുക്കണം, വിഡ്രോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അറ്റാച്ച് ചെയ്തിട്ട് 6 ലക്ഷം രൂപയാണ് പോയിട്ടുള്ളത്. 6 ലക്ഷം രൂപ തിരിച്ചു തരണം. പിന്നെ ചെലവ് തള്ളയുടെ പേരിൽ ഒരു 30 പവന്റെ സ്വർണം തള്ള പണയം വെച്ചിട്ട് 6 ലക്ഷം രൂപ അയാളാ വിഡ്രോ ചെയ്ത്, ഞാനല്ല വിഡ്രോ ചെയ്ത്. അതെ, മനസ്സിലായി. 6 ലക്ഷം രൂപയും 30 പവനൊന്നും കിട്ടണം. അതുകൂടാതെ കോമ്പൻസേഷനും കിട്ടണം. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞിട്ട് പോയത് എങ്ങനെ അറിയോ? SIയുടെ മുമ്പിൽ പറഞ്ഞു. അപ്പം അന്നേരം ഞാൻ അറിയുന്നത് ഇവർ ഞങ്ങൾ 5 വർഷമായിട്ട് സ്നേഹത്തിലാണെന്ന് ഈ സ്ത്രീ പറഞ്ഞു. സ്വയം പറഞ്ഞ് 5 വർഷം സ്നേഹത്തിലാണ്. അപ്പം ഒഴിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു സുഹൃത്ത് ഒരു പോലീസുകാരുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചത് അങ്ങനെ മാളുവിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു മാളു നിന്നോട്ടെന്ന് പറഞ്ഞു. മാളു വിഭാഗത്തിൽ നിന്നോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലീസ് അടിച്ചു. ശരിക്കും അന്നേരം അടിച്ചു. അങ്ങനെ അടിച്ചത് മാളൊന്ന വിജയലക്ഷ്മിയുടെ പേരാണ്. മാളോ നിന്നോട്ടെ അവളോടെ നിന്നോട്ടെ ഇതിനകത്ത് പോലീസ് അടിച്ചാളെ അന്നേരം അടിക്കത്തില്ല സാറേ, അടിക്കത്തില്ലയോ സാറേ? ഞാൻ ഒരു കണ്ണ് കൊണ്ട് കഷ്ടപ്പെട്ട് ഒരു കണ്ണ് പോയതാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹത്തിന് മുമ്പ് എൻ്റെ കണ്ണ് പോയതാ, നഷ്ടപ്പെട്ട്. എനിക്ക് 3 സഹോദരിമാരുണ്ടായിരുന്നു. പോലീസ് അടിച്ചതാരെ? അവനെ അടിച്ചു. അന്ന് മറ്റേവളുമായിട്ട് വന്നപ്പോ പിടിച്ച് കൊള്ളണ്ടാണല്ലോ, അത് അടിച്ചു. അങ്ങനെ പിന്നെ അടിച്ചിരിക്കും കൊടുത്തത്. അങ്ങനെ പറഞ്ഞത് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നഷ്ടപരിഹാരമായിട്ട് ഇത്രയും കൊടുത്ത് ആ കൊച്ചിന്റെ സമ്മതിച്ച് എഴുതി വെച്ച് പോയതാ. അന്നേരമാണ് അനിയൻ പോലീസുകാരനെ ഇവിടെ ചേർന്ന് 6-ാം തീയതി ഇവിടെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ 6-ാം തീയതി അവന്റെ പേരിലുള്ള വസ്തു എഴുതി. നമുക്കിപ്പോ വേണ്ടെന്ന് വെച്ചാൽ ഇയാള് വന്ന് പൈസ തന്ന് ഒഴിവാക്കുക, അത്രയല്ലേ നമുക്ക്. അത് മതി സാർ, അത് മതി, വേറെ ഒന്നും വേണ്ട എന്റെ പോലും സാറേ. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ച്. ജയരാജൻ അബുദാബിയിലുള്ള ആളാണ്. അബുദാബിയിൽ ഞങ്ങളെ കുറെ പ്രവർത്തകരുണ്ട്.
സർക്കാർ കമ്പനിയാണ് സാറേ. മോഹനെ പോലുള്ള ആളുടെ ഏത് കമ്പനിയിലെ ജോലി ചെയ്യുന്നത്? എമിറേറ്റ്സ് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്ന ജയരാജ് പ്രവാസ ലോക പ്രവർത്തകർക്ക് മോഹൻ അടക്കമുള്ളവർക്കാണ്. അദ്ദേഹം ഈ കുട്ടിയെ കല്യാണം കഴിക്കുകയും 22 ദിവസം കഴിഞ്ഞ് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതെ പോവുകയും പിന്നീട് പിന്നത്തെ കൊല്ലം വരുമ്പോൾ അദ്ദേഹം വേറെ ഭാര്യയുണ്ടെന്ന് പറയുകയും അദ്ദേഹം ദീർഘകാലമായി സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീയുമായിട്ട് ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ഈ കുട്ടിയിൽ നിന്ന് 14 ലക്ഷം രൂപ വാങ്ങിച്ച് 6 ലക്ഷം രൂപ അയാൾ എടുത്തിട്ടുണ്ട്. 30 പവൻ സ്വർണം ഇദ്ദേഹത്തിന്റെ സഹോദരി ആരോ പണയം വെച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. അമ്മ ഫെഡറൽ ബാങ്ക് ജയരാജിന്റെ അമ്മ പണയം വെച്ചിട്ടുണ്ടെന്നാണ്. അത് തിരിച്ചു കൊടുക്കണം. ജയരാജ, ഇതൊന്നും ശരിയല്ല. നിങ്ങൾക്ക് ഈ സ്ത്രീയെ വെറുതെ കിടന്ന് കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. എന്തിനാണ് ഈ പാവങ്ങളെ വെറുതെ? ആകളുള്ളൊരു മകളാ. നിങ്ങളെ പോലുള്ള കുറേ മനുഷ്യരുണ്ട് ഇവിടെ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നിങ്ങളെന്തിനാണ് കഴിക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? ജയരാജ്, അതുകൊണ്ട് വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ അവസാനിപ്പിക്കുക. മാന്യമായിട്ട് അവസാനം. നിങ്ങൾ നല്ല ജോലിയൊക്കെ ഉള്ള ആളല്ലേ. അതിൻ്റെ ഒരു നിങ്ങളുടെ ഭാഗമൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്താണ് അതിൻ്റെ ഇതൊന്നും അറിയില്ല. പക്ഷെ ഇതാണ് നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അത് വേഗം കൊടുക്കണം. ഞങ്ങളുടെ പ്രവാസലോകം പ്രവർത്തകർ ജയരാജനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ച് വേഗം ചെയ്യിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ആ കുട്ടി വേറെ ജീവിതം നയിക്കട്ടെ എന്ന്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആ കുട്ടിയുടെ പിതാവ് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നിങ്ങൾക്ക് മുട്ടടിക്കാനുള്ളതല്ലോ. ആ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾ ന്യായമായിട്ടുള്ള കോമ്പൻസേഷൻ വേണമെന്നാണ് അവർ പറയുന്നത്. അത് നിങ്ങളും കോടതി അല്ലെങ്കിൽ നിങ്ങളും അവർ ഒത്തുതീർപ്പിലുണ്ടാക്കിയ വ്യവസ്ഥകൾ പാലിക്കണം. വല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് ജയരാജ് പറയാനുള്ളത്. പ്രവാസലോകം പ്രവർത്തകർ ജയരാജിനെ കണ്ട് ഉപദേശിച്ച് പാവം കുടുംബമാണ്, അവർക്ക് ആകളുള്ളൊരു മകളാണ്, അതുകൊണ്ട് അത് പരിഹരിച്ചു കൊടുക്കണം എന്നാണ് നമ്മളുടെ പ്രവർത്തകരോടും പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്. ജയരാജ് കുറേ കൂടി മാന്യമായി പെരുമാറണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ കാര്യം അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിവരെ തിരിച്ചയക്കണം. 9 വർഷമായി മസ്കറ്റിലുള്ള കൊല്ലം അഞ്ചൽ സ്വദേശി അരുൺ കൺസ്ട്രക്ഷൻ ജോലിക്കായാണ് അവിടേക്ക് പോയത്. ചെന്നതിൻ്റെ 3-ാം മാസം കമ്പനിയുമായി അരുൺ പിണങ്ങി പിരിഞ്ഞു. താമസരേഖകളൊന്നുമില്ലാത്ത അരുൺ അവസാനമായി നാട്ടിലേക്ക് ബന്ധപ്പെട്ടത് 1 വർഷത്തിനു മുൻപാണ്. അരുണിന്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് അമ്മയും അമ്മമ്മയും കുഞ്ഞമ്മയും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ഉഷയുടെ ഏക മകനാണ് അരുൺ. തന്റെ ഏക മകന്റെ തിരിച്ചുവരവും കാത്താണ് ഉഷയും കുടുംബവും ഇരിക്കുന്നത്. അരുൺ എത്ര വയസ്സായി? അരുണിന് ഇപ്പൊ 28. എത്ര വർഷമായി? 9 വർഷമായി സാറ് പോയിട്ട്. 1 വർഷം മുമ്പ് വരെ വിളിച്ചിരുന്നു അല്ലേ? പോയപ്പോ ഇച്ചിരി പൈസ അയച്ചു തന്നു. എന്താ പണിയോടെ? പിന്നെ ഈ മേശിരി പണിക്കാ പോയത്. പിന്നെ ഇപ്പം വിളിയില്ല, അനക്കമില്ല, അറിയില്ല ഇപ്പൊ എവിടെ ഉണ്ടെന്ന് പോലും അറിയാൻ വയ്യാത്ത. ആർക്കെങ്കിലും അങ്ങ് തെരഞ്ഞു പോകായിരുന്നില്ലേ? വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് അവിടെ ആരും ഇല്ലേ? പരിചയക്കാരൊന്നും ഇല്ലേ മസ്കറ്റില്? അവിടെ നമുക്ക് പരിചയക്കാരും ഇല്ല. കഞ്ഞി പോയിരുന്നു. കഞ്ഞി കയറി പോയിരുന്നു. ഇല്ല, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അവിടുത്തെ സ്പോൺസറുടെ കീഴിലാവില്ല ജോലി ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചാടി ഇയാൾക്ക് വല്ല ദുസ്വഭാവങ്ങളുണ്ടോ? ഇവിടെ അവന് ഒരു സ്വഭാവം നമുക്ക് അറിയത്തില്ലല്ലോ സാർ. അവിടെ ആരെങ്കിലും അവിടെ ഇഷ്ടംപോലെ പരിചയക്കാരില്ലേ? എല്ലാരും പോകുന്നു, ഇയാള് മാത്രമേ ഉള്ളൂ. അവിടെ കുറെ കാലത്ത് ഈ ഔട്ട് പാസ് ഉണ്ടായിരുന്നു, പോരായിരുന്നു. ചാടി നിൽക്കുകയാണെങ്കിലും ഇയാൾക്ക് പോന്നുകൂടെ? ബംഗാളി പിള്ളേർ മാത്രം വിളിക്കുമ്പോ എടുത്തിട്ട് 1 കൊല്ലം മുമ്പ് വിളിച്ചിരുന്നല്ലേ പറയുന്നത് അല്ലേ? 1 കൊല്ലം മുമ്പ് വിളിച്ചിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? പൈസ ഒന്നും അയക്കാറില്ല. പോയ ഇടയ്ക്ക് ഒരു ഇച്ചിരിയും പൈസ അയച്ചു തന്ന്. പിന്നെ നമ്മളിങ്ങനെ വിളിക്കുമ്പം വരാന്നുള്ള പറച്ചിലേ ഉള്ളൂ. ഇതുവരെ ഇല്ല, ഇതുവരെ കയറി വന്നിട്ട് അവനെ കണ്ടിട്ട് ഒന്ന് ജീവൻ പോകണം. അല്ല, നമുക്ക് അവിടെ അന്വേഷിക്കുകയാണ്. കാരണം മസ്കറ്റിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമുക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഇവര് പോരാത്തതാണ്. ഇപ്പോൾ അരുണിനെ പോലുള്ള ആളുകൾ പോരാൻ കൂട്ടാക്കാത്തതാണ് പ്രധാന പക്ഷം. അപ്പോൾ പോരാൻ തയ്യാറാവുകയാണെങ്കിൽ അയക്കാൻ പറ്റുന്ന നിരവധി ആളുകൾ നമ്മളുടെ പ്രവർത്തകരുണ്ട്. ഔട്ട് പാസ് എടുത്ത് കൊണ്ടുപോരാനൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവിടെ ഇങ്ങനെ നിന്ന് വേറെ ആരെയും നോക്കണ്ടേ ഇല്ലല്ലോ. അവനാരുടെ ചിലവിന് മാത്രം നോക്കിയാൽ മതിയല്ലോ. അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഞങ്ങൾക്ക് ആരും എനിക്ക് അങ്ങനെ സുഖമില്ല. മാത്രം മനസ്സിലായി. ഒരു മോനുള്ളതങ്ങ് മരിച്ചു. അമ്മൂമ്മയാണ് അല്ലേ? അവനെ കണ്ടെനിക്കങ്ങ് മരിച്ചതാണ്. നമുക്ക് എന്തായാലും അവിടെ അന്വേഷിക്കാം, അരുണിനെ അന്വേഷിക്കാം. പരാതി ഒന്നും കൊടുത്തില്ലേ നിങ്ങൾ 9 വർഷത്തിനിടയ്ക്ക് പോലീസിലോ നോർക്കയിലോ ഒന്നും പരാതി? അതൊന്നും പരാതി കൊടുത്തിട്ട് കാര്യമല്ല. പോലീസിലൊന്നും പരാതി വരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം വിളിക്കും. പ്രവാസലോകം പ്രവർത്തകരോടും പ്രേക്ഷകരോടുമാണ് മസ്കറ്റിൽ നിരവധി കേസുകൾ നമുക്ക് ഇത്തരത്തിൽ വരുന്നുകൊണ്ടിരിക്കുകയാണ്. മേസ്ത്രിപ്പണിയാണ് പോയ ആളാണ്. 9 വർഷമായി. 1 കൊല്ലം വരുമ്പോൾ വരെ അരുൺ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അരുൺ എന്തിനാണ് ഇത്രയും ഒരു ദീർഘകാലം വീടും ബന്ധമില്ലാതെ എന്താണ് നേടിയത്? 9 വർഷത്തിലിടയ്ക്ക് അരുൺ ഒന്നും നേടിയില്ല, യാതൊന്നും ഉണ്ടാക്കിയില്ല. നമ്മളെ നാട്ടിലും 600, 700, 800, 1000 രൂപ ജോലിക്ക് കിട്ടുന്ന കാലം അരുൺ. അത് മനസ്സിലാക്കുക. നമ്മൾ സുഖമായിട്ട് നമ്മളെ കുടുംബത്തിൻ്റെ ഒപ്പം, അമ്മയുടെ ഒപ്പം, സഹോദരങ്ങളുടെ ഒപ്പം ഒക്കെ കഴിയാൻ പറ്റുന്ന ഒരു കാലം അത്. അരുണിൻ്റെ പോലത്തെ ഒരാൾ അവിടെ 9 വർഷം ജോലി ചെയ്തിട്ട് എന്താ ഉണ്ടാക്കിയത്? ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ അതാ വീണ്ടും ഒരു പൊതുമാപ്പിനെ പറ്റി കേൾക്കുന്നുണ്ട്. ആ പൊതുമാപ്പ് ഉപയോഗിച്ച് നാട്ടിലേക്ക് പോകുന്നൂടെ? അരുൺ, ഞങ്ങളുടെ ജാബറിൻ്റെ പോലെയുള്ള ആളുകൾ പ്രവർത്തകരുണ്ട്, അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പോരാൻ എംബസി തന്നെ വളരെ ലിബറലായിട്ട് ഔട്ട് പാസ്സൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും വേഗം ഈ വെറുതെ ഇങ്ങനെ വർത്തമാനം ഉണ്ടാക്കി കാലം കഴിഞ്ഞിട്ട് എന്താ കാര്യം? അരുൺ 1 വർഷമായിട്ട് യാതൊരു വിവരവുമില്ല. വിളിച്ചിരുന്നു, ഇപ്പോൾ വിളിയില്ല. ഒന്ന് വിളിക്കണോണ്ട് എന്താ സംഭവിക്കുന്നത്? വീട്ടിലേക്കൊന്ന് വിളിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? അരുൺ താൻ ഏക മകനാണ്, കുടുംബത്തിൻ്റെ നാഥനാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വേഗം വീട്ടിലേക്ക് ഒന്ന് വിളിക്കുക, എങ്ങനെയോ ഒരു ഔട്ട് പാസ് സംഘടിപ്പിച്ച് നാട്ടിലേക്ക് വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഞങ്ങളുടെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും അരുണിന് ചെയ്യും. അതാണിപ്പോൾ നമുക്കിതിൽ ചെയ്യാനുള്ളത്. പോരാ അമ്മേ? എനിക്ക് അവനെ കണ്ടൊന്ന് മരിച്ചവനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി അവനെ ഞാനാ പറഞ്ഞു വിട്ടത്. എനിക്കങ്ങ് കണ്ടോളാൻ വയ്യെന്ന്. എനിക്കുള്ള മോൻ മരിച്ചു, എനിക്ക് മോനില്ല. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന ആളിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. പ്രവാസ ജീവിതം ഒളിത്താവളമാക്കേണ്ട കാര്യം എന്താണ്? എന്തിനാണ് ജയരാജനെ പോലെയുള്ളവർ വിജയലക്ഷ്മിയെ ഇത്തരം ദുരിത കയങ്ങളിലേക്ക് തള്ളിയിടുന്നത്? എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ചെത്തി വിജയലക്ഷ്മിയുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കണമെന്നാണ് ജയരാജനോട് മറ്റെല്ലാ പ്രേക്ഷകരെയും പോലെ പ്രവാസലോകത്തിനും അഭ്യർത്ഥിക്കാനുള്ളത്. UAE എക്സ്ചേഞ്ച് പ്രവാസലോകത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.